2026 ആദ്യത്തെ പ്രധാനപ്പെട്ട പരീക്ഷയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDC പരീക്ഷയുടെ എക്സാമിനേഷൻ തീയതിയും അതുപോലെ തന്നെ സിലബസും ഒക്കെ ദേവസ്വം ബോർഡ് പുറത്തുവിട്ടത് നിങ്ങളെല്ലാവരും ഇതിനോടകം ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും. മാർച്ച് 29 തീയതിയാണ് ദേവസ്വം ബോർഡ് LDC പരീക്ഷ നടക്കുന്നത്. അതുപോലെ തന്നെ പുതിയൊരു സിലബസും അവർ നൽകിയിട്ടുണ്ട്. നേരത്തെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDC പരീക്ഷയുടെ സിലബസുമായി ബന്ധപ്പെട്ട് കുറച്ച് വ്യത്യാസങ്ങൾ ഇതിനകത്തുണ്ട്. സയൻസ് ഒന്നും ഇതിനകത്തില്ല. അതുപോലെ തന്നെ ചില ടോപ്പിക്കുകൾ എക്സ്ട്രാ ആയിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്, ചരിത്രത്തിലും അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ. പക്ഷേ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. കാരണം നമ്മൾ PSC പരീക്ഷകൾക്ക് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന നോർമൽ ലെവലിലുള്ള ഈ പറഞ്ഞ GK ഭാഗവും അതുപോലെ തന്നെ മാത്സും ഇംഗ്ലീഷും മലയാളവും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജും ഒക്കെ തന്നെയാണ് ഇവിടെ ഈ ദേവസ്വം ബോർഡ് പരീക്ഷയുടെയും ഈ പൊതുവിജ്ഞാനവും അതുപോലെ മാത്സിലും ഒക്കെ വരുന്നത്. സോ PSC പരീക്ഷകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സെക്ഷൻ ഇവിടെയുണ്ട്. അതാണ് ക്ഷേത്രാചാരങ്ങളും ഹൈന്ദവ സംസ്കാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഏകദേശം 20 മാർക്കിനോളം ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അത് ഒന്നേ നിങ്ങൾ പക്കായിട്ട് പഠിക്കണം. പക്ഷേ ക്യാപ്സ്യൂൾ പോലെ കറക്റ്റായിട്ട് അതിന് വേണ്ട എക്സാം ഓറിയൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് പക്കായിട്ട് പഠിച്ചാൽ അതിൽ ഫുൾ മാർക്കും നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും. നമ്മുടെ കോഴ്സ് മേടിച്ചവർ പുതിയ ക്രാഷ് കോഴ്സ് ആണെങ്കിലും അത് മേടിച്ച് പഠിക്കുന്നവർക്ക് അതിലെ കണ്ടന്റ് വെച്ച് മാത്രം മിസ് തരുന്ന കണ്ടന്റ് വെച്ച് മാത്രം പക്കായിട്ട് പഠിച്ചാൽ മതി. 20 മേടിക്കാൻ പറ്റും. കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ കോഴ്സിലെ കണ്ടന്റ് വെച്ച് പഠിച്ചവർക്കെല്ലാം സ്പെഷ്യൽ ടോപ്പിക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റിയായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ അതും അങ്ങ് സെറ്റാക്കി പഠിച്ച് പോയാൽ മതി. സോ ഈ രീതിയിലാണ് പരീക്ഷ നടക്കുന്നത്. ഇനിയിപ്പോൾ ഏകദേശം 1.5 മാസം മാത്രമാണ് നമ്മുടെ കൺമുന്നിൽ സമയമുള്ളത്. മാർച്ച് 29 തീയതിയാണ് പരീക്ഷ. സോ ഇനിയുള്ള സമയം കൊണ്ട് പക്കായിട്ട് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് നൽകുന്നുണ്ട്. ഈ ഒരു കോഴ്സ് മേടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ടോപ്പിക് അധിഷ്ഠിതമായിട്ട് ഫോൾഡേഴ്സായിട്ട് GK ഭാഗം അതുപോലെ മാത്സ്, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ നോളജ്, ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സ് ഇതെല്ലാം ഫോൾഡേഴ്സായിട്ട് വീഡിയോ ക്ലാസ് ആയിട്ടും നോട്ട്സ് ആയിട്ടും ആദ്യമേ തന്നെ കോഴ്സിലൂടെ ലഭിക്കുന്നതാണ്. നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. ഞാൻ പറയാതെ തന്നെ അറിയാം, 1.5 മാസം കൊണ്ട് നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്ന അത്രയും നല്ലൊരു വലിയ സിലബസ് തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കണ്ടന്റ് എടുത്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ കോഴ്സ് മേടിക്കുവാണെങ്കിൽ ആ മെറ്റീരിയൽ വെച്ച് നിങ്ങളുടെ കയ്യിലെ മെറ്റീരിയൽ ആണെങ്കിൽ അത് വെച്ച് നിങ്ങൾ ക്യാപ്സ്യൂൾ പോലെ വായിച്ച് ഓരോ ടോപ്പിക്കും ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുക. ഭയങ്കര പാടുള്ള നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വലിയ ചോദ്യങ്ങളൊന്നും ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ചോദിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചരിത്രമാണെങ്കിലും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രമാണെങ്കിലും പിന്നെ ഗതാഗതമാണെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്സ് ആണെങ്കിലും നമ്മൾ ഈ കണ്ടന്റ് കുറേ തവണ വായിച്ച് വിടുക. അതുപോലെ പറ്റുന്ന പോലെ ബുദ്ധിമുട്ടുള്ളതിൻ്റെയൊക്കെ ക്ലാസ്സുകളൊന്ന് കേട്ടു അങ്ങ് വിട്ട് ഈ ഒരു 1.5 മാസം നല്ല രീതിയിൽ സമയം കണ്ടെത്തി ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ഇട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുക. ഹിന്ദു വിഭാഗത്തിലുള്ളവർക്ക് മാത്രമേ എഴുതാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഇവിടെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ എക്സാമിന് വേണ്ടി പഠിച്ച് തയ്യാറെടുക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നിങ്ങളത് ആത്മാർത്ഥമായിട്ട് നേടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൊട്ടാണെങ്കിലും നല്ല രീതിയിൽ ഒന്ന് ശ്രമിച്ച് പോവുക. അതുപോലെ തന്നെ PSC പരീക്ഷകൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഇവിടെയുണ്ട്. നിങ്ങൾ PSC പരീക്ഷകൾക്ക് പഠിക്കുന്ന GKയും മാത്സും ഇംഗ്ലീഷും ഒക്കെ തന്നെയാണ് ഇവിടെയും ഉള്ളത്. സോ നിങ്ങൾ ഈ ഒരു അവസരം വിട്ട് കളയരുത്, നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. പിന്നെ നമ്മുടെ കോഴ്സിൽ പുതിയ ക്രാഷ് കോഴ്സിൽ ഈ പറഞ്ഞ പോലെ എല്ലാം ക്യാപ്സ്യൂൾ പോലെ കോഴ്സ് മേടിക്കുമ്പോൾ തന്നെ അവൈലബിൾ ആയിരിക്കും. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇന്ന് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ 100 പേർക്ക് ചെറിയ ഈ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. യഥാർത്ഥ കോഴ്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കാലം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം 1500 രൂപയായിരുന്നു. പക്ഷേ ഈ ഒരു 999 രൂപ എന്ന നിരക്കിൽ ഇപ്പം പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ 100 പേർക്ക് ഈ ഒരു ക്രാഷ് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെ ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ എല്ലാ കണ്ടന്റും നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ പോലെ ലഭിക്കുന്നതാണ്. അത് വെച്ച് പക്കായിട്ട് ഈ ഉള്ള സമയം 1.5 മാസം ഒന്ന് മെനക്കെട്ടൊന്ന് പഠിച്ച് നോക്കുക. എക്സാം ക്രാക്ക് ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, കോമ്പറ്റീഷൻ ഇവിടെ കുറവാണ്. നിങ്ങളിതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എലിജിബിൾ ആണെങ്കിൽ സെറ്റായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, നമ്മുടെ കോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.